അത് പറഞ്ഞ് ഞാൻ പറഞ്ഞാണ് മോനൊരു സങ്കടപ്പെടാൻ നിൽക്കണ്ട. അവളൊരു അലവലാതിയാണ്. അവള് പട്ടം മേടിച്ചതല്ലേ. ഇവള് ഈ ഇൻ്റർവ്യൂ കൊടുത്തിട്ട് തേവിടിച്ചെന്ന് പറഞ്ഞതല്ലേ ആൾക്കാർ. പിന്നെ ഇതിനെക്കാട്ടും വലിയത് എന്തിട്ടാ വേണ്ടത്? മോനിക്ക് കേൾക്കണോ അവൾ ഇൻ്റർവ്യൂ കൊടുത്ത ആൾക്കാർ പറഞ്ഞത്? മോള് വെയിറ്റ് ചെയ്യേ, ഞാനിപ്പോൾ ഇത് കേൾപ്പിക്കാം. എന്നിട്ട് മോളൊന്ന് സന്തോഷിക്കുക. മീഡിയ എവിടെ പോയി? നീ ഇത് കേൾക്ക്. ഞാനൊന്നും പറഞ്ഞില്ല മോനെ, നീ ഇത് കേൾക്ക്. നീ എന്തിനാ സങ്കടപ്പെടുന്നത്? അവൾ കൊടുത്ത ഇൻ്റർവ്യൂവിൽ അവളെ തന്നെ ഒരു റൂമിൽ വന്നത് ഉണ്ണി അടിച്ച് സാമാന വേണ്ടാത്ത എന്താണ് വേണ്ടുവാണ് എന്താണ് ഊണും റൂമ് വന്നു ഉണ്ണി അടിച്ചു എന്തെന്ന് തമിഴനാണെന്ന് തോന്നുന്നു. എന്തൊക്കെയോ തമിഴന്മാരൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പാണ്ടികൾ വരൊക്കെ എന്താണ്ട് എന്നെ പറയുന്നുണ്ട്. ഇവിടെ എവിടെ പോയിടേ ഈ ഇത് നോക്ക്. ഞാൻ ചോദിച്ചൊന്നുള്ളൂ, അല്ലാതെ എനിക്ക് ഇന്റർവ്യൂ ഞാൻ കൊതിയായിട്ടൊന്നുമല്ല. നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരോട് ഉണ്ട് ഇത് ചെയ്യാൻ. നമുക്ക് നമ്മുടെ വർക്കാണ് ഇത്. അപ്പൊ നമുക്ക് ആര് പൈസ തന്നാൽ നമ്മളത് ചെയ്യും. അത് നമ്മളുടെ ഇതാണത്, പ്രൊഫഷനല്ലേ, നമ്മള് വർക്ക് ചെയ്യുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് ചോദിച്ചെന്നുള്ളൂ. നമുക്ക് വർക്ക് ഉണ്ട്, ഇഷ്ടംപോലെ വർക്ക് ഉണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് അങ്ങോട്ട് ചോദിച്ചതല്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഏതായാലും ഇത്ത നാട്ടിൽ വരുമ്പോ വിളിക്ക്. എന്റെ വീട് വരുമ്പോരാണ്. ഞാൻ എറണാകുളത്താണ് നമ്മുടെ ബേസ്. നമ്മുടെ വർക്കെല്ലാം നടക്കുന്ന എറണാകുളത്താണ്. ഇന്റർവ്യൂ ചെയ്യാനല്ല, വെറുതെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് നമുക്ക് കാണാം. അറിയാനെ നമ്മള് സിനിമയും ഇതൊക്കെയാണ് നമ്മുടെ ബേസ്. ദുബായില് ഞാൻ വരാറില്ലാണ്. ഞാനിപ്പോ ഈ 2 മാസം മുമ്പ് ഞാൻ വന്നിട്ടുണ്ടായി. ഞാൻ വന്നിട്ട് പോന്നെ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളെല്ലാവരും നമ്മളിത് കച്ചവടമല്ലേ എത്താം. നമുക്ക് അതില് വേറെ ഇതൊന്നുമില്ല. നോക്കിക്കോ. പിന്നെ ഈ പറയുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ഈ ഇടപാട് ചെയ്ത ഒരു മനുഷ്യൻ കാണൂല. ഇതിപ്പോ ബിജിയുടെ ഈ പിഴപ്പത്തരം പറഞ്ഞത് കൊണ്ടാണ് ബിജിക്ക്, എനിക്കറിയാം ബിജിക്ക് ഫുൾ നെഗറ്റീവാണ് ഇത്. ഇതാരാ പറയണെന്നറിയോ? അമ്മുകുട്ടിക്ക് ആ ഇന്റർവ്യൂ എടുത്തതിന്റെ മാനേജർ, ചെയർമാന്, മനസ്സിലായോ? അവള് പോയി ഇന്റർവ്യൂ ചെയ്ത അവിടുത്തെ ആളാണ്, മെയിൻ ആളാണ് ഈ പറയണത്. അമ്മുക്കുട്ടി, നീ അതുകൊണ്ട് നീ ഒന്നും കൊണ്ട് അവൾ ഇന്റർവ്യൂക്ക് പോയില്ലേ, അപ്പം അവിടുത്തെ മെയിൻ ആളാണ് അവളെ കുറിച്ച് പറയണത്. പിന്നെ മോൻ എന്താ മോനെ ടിക്ടോക്കിൽ പറഞ്ഞേനി? ഇവള് പബ്ലിക്കിൽ മൊത്തം തേവിടിച്ച് എന്നുള്ളൊരു പേര് വാങ്ങി. എൻ്റെ അമ്മുക്കുട്ടി എന്താണ്, സൂപ്പർ ഡാൻസറാണ് അല്ലേ? അപ്പം അവൾ എവിടെ കിടക്കണം, നീ എവിടെ കിടക്കണം? അവൾ എന്തെങ്കിലും പറഞ്ഞെന്ന് പറയുമ്പോൾ ഈ കണ്ണി കണ്ട കുറച്ച് പട്ടികൾ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞാൽ നീ പേടിക്കണം, കരയണം, എന്തിനാ സങ്കടപ്പെടണതിനാ? അവൾക്ക് തന്നെ അവളുടെ തന്തയും തള്ളേനെയും വിലയില്ലാത്തവൾ. അവളുടെ മക്കളെ തന്നെ 4 സമൂഹത്തിന് മുമ്പിൽ ഡാഷ് മക്കൾ എന്നാണ് അറിയപ്പെടുന്നത്. നീ അവൾ എവിടെ കിടക്കണം, നീ എവിടെ കിടക്കണം? നീ എന്തിനാടി കണ്ണി കണ്ട തേവിടിച്ചുകൾ പലതും പറഞ്ഞെന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടണേ? പോവാൻ പറയടി ആ തേവിടിച്ചിടത്ത്. വന്നതല്ല, നമുക്ക് ഇത് അങ്ങനെ നല്ല രീതിയിൽ ചെയ്ത ഒരുപാട് വീഡിയോസ് അതിൽ കിടപ്പുണ്ട്. കേട്ടാ? എനിക്ക് കേട്ടോ, 100-400 പേര് കണ്ടത്. ബിജിയുടെ ഈ വീഡിയോ കണ്ടത് 1,80,000 പേരാണ് കണ്ടത്. അത് കൂടാതെ അടുത്ത വീഡിയോ അതിന്റെ തൊട്ടടുത്ത ആവാറേ 1,00,000 ആവാറേ. അപ്പൊ അത്രയും ആൾക്കാർ ഇത് കണ്ടത് ഈ പിഴപ്പ് പറഞ്ഞത് കൊണ്ടാ. അത് നമുക്ക് നന്നായിട്ട് അറിയാം. ഇത്രത്തിനം കാട്ടേനെ എന്താ പൊന്നമ്മുക്കുട്ടിന്ന് എനിക്ക് വേണ്ടത്? അമ്മയും അവളും കൂടി ഇരുന്ന് കള്ളു കുടിക്കുന്നത്. അവളുടെ അമ്മയും അവളും കള്ളു കുടിക്കണം. ഒരു വെടിയുടെ തള്ളയും കള്ളു കുടിക്കണം. ഇതിനം കാട്ടും സമൂഹം മൊത്തം വെടിച്ചിന്ന് പട്ടം മേടിച്ചവള് യു.എ കിടന്ന് തേടിച്ച് തന്നെ റൂമിലിരുന്ന് ചെയ്യുന്നവള് എന്തെങ്കിലും പറഞ്ഞു. നീ എന്തിനു സങ്കടപ്പെടുന്നത്? നല്ലത് ഏതോ കുടുംബത്തിൽ പറഞ്ഞ തള്ളക്ക് പറഞ്ഞവരാണ് പറഞ്ഞെങ്കിൽ നിനക്ക് സങ്കടപ്പെടാം. ഈ തേവിടിച്ചിമാരൊക്കെ പബ്ലിക്കിൽ ഞാനൊരു തേവിടിച്ചാന്ന് ഏറ്റവും ഹൈ പവറിൽ സർട്ടിഫിക്കറ്റ് മേടിച്ചവളാണ് അവൾ 4 ആൾക്കാർ തേവിടിച്ചെന്നാണ് കാണുന്നത്, മനസ്സിലായോ? അപ്പം പിന്നെ അവളുടെ ഐഡിയയിൽ ഇപ്പോഴോ അതിൻ്റെ ആളെ ഓണറാ പറഞ്ഞ, മനസ്സിലായ? ഞാൻ വെറുതെ പറയണമെന്നല്ല, മനസ്സിലായ? അമ്മുക്കുട്ടി സങ്കടപ്പെടാൻ നിൽക്കണ്ട. ഇന്നല്ലെങ്കിൽ നാളെ അവൾക്ക് കിട്ടും. വെയിറ്റ് ചെയ്യ്. അവൾ വീട് പണിയാൻ വേണ്ടി അവളുടെ ഡ്രീം വെക്കണ്ടേ? ഇന്ന് വെയിറ്റ് ചെയ്യുക, വീട് പൊങ്ങണവരൊക്കെ. ഈ പറയണേനൊക്കെ അവൾക്ക് കിട്ടാതെ ഇവിടെ പോവാൻ.
അധിക നാൾ പൊങ്ങത്തില്ല ഇതൊക്കെ. വെയിറ്റ് ആൻഡ് സീ, അത്രേ ഉള്ളൂ.